നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. അങ്ങനെ തള്ളിക്കളയുകയാണ്. അതിനകത്ത് ആരോണാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണ്. ഞാനൊരു നല്ല MLA ആണ്. ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ, ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ, ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു, ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറയും. ഇതെനിക്ക് അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുള്ള് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാറിനെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യ ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഗണേഷ് കുമാറിനോട് കൃത്യമായിട്ട് രാജി ആവശ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗണേഷ് കുമാർ സ്വയമേൽ ഈ പറയുന്ന രാജി വെക്കാനായിട്ടും ഈ ഒരു സമയത്ത് സാധ്യത കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്രഷറും അതുപോലെ ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന ഇത്രയും വലിയ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു കേസ്. അതിലുപരി ഗണേഷ് കുമാർ ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ട് പറഞ്ഞ ചില കമന്റ്സ് ആണ് ഏറ്റവും അധികം ജനങ്ങൾക്കിടയിൽ ചർച്ചയായിരിക്കുന്നത്. ആ ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോന്റെ ആദ്യം തന്നെ കണ്ടത്. അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഗണേഷ് കുമാറിനോട് ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിയുന്ന സമയത്ത് രാജി ആവശ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എനിവേ, നമ്മൾ ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് പറയാനായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ചില പോയിന്റ്സ് ഉണ്ട്. അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ പറയുന്ന ഗണേഷ് കുമാറിനെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യ ആയിട്ടുള്ള ബിന്ദു മേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെ കണ്ടതിന് കൃത്യമായിട്ട് തന്റെ പക്കൽ എവിഡൻസ് ഉണ്ടെന്നും ഈ പറയുന്ന ബിന്ദു കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോസും ഫോട്ടോസും ഒക്കെ തന്റെ പക്കൽ സേഫ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ബിന്ദു മേനോൻ കംപ്ലൈന്റുമായിട്ട് ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരിക്കലും നമുക്കിത് ന്യായീകരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഗണേഷ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് നിങ്ങൾ ഇത് കണ്ടു കാണും. ഗണേഷ് കുമാറിന് 5000 പ്രണയങ്ങളുണ്ട്. ഇതൊന്നും നാട്ടുകാരന്വേഷിക്കേണ്ട കാര്യമല്ല. ഞാൻ നല്ലൊരു രാഷ്ട്രീയക്കാരനാണോ, ഞാൻ രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം ജനങ്ങൾ നോക്കിയാൽ മതി. അല്ലാത്ത പക്ഷം എൻ്റെ സ്വകാര്യ ജീവിതം നാട്ടുകാരന്വേഷിക്കുന്നതും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതും ശരിയായിട്ടുള്ള കാര്യമല്ല. അബ്ദുൽ കലാമിനും ജവഹർലാൽ നെഹ്റുവിനും അതുപോലെ മഹാത്മാഗാന്ധിക്കും അത്തരത്തിലുള്ള വലിയ വലിയ ആളുകൾക്ക് വരെയും ഇതുപോലുള്ള പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാർ നല്ല തട്ടുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു മാന്യന്മാർ പറയുന്ന അല്ലെങ്കിൽ ഒരു മാന്യത ഉള്ളൊരു വർത്താനമായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ പറയുന്ന ഗണേഷ് കുമാറിന് 5000 പ്രണയങ്ങളുണ്ട് എന്നുള്ളൊരു കമന്റ് ഗണേഷ് കുമാർ പറയുന്നുണ്ട്. ഇത് ജനങ്ങൾ അന്വേഷിക്കേണ്ടെന്നും പറയുന്നുണ്ട്. ഇനിയിപ്പോ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഗണേഷ് കുമാർ ഗതാഗതത്തിന്റെ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ ഗണേഷ് കുമാറിനോട് എന്തെങ്കിലും ഒരു പരാതിയുമായിട്ട് ചെല്ലുന്ന സമയത്ത് ഈ 5000 സ്ത്രീകളുടെ കൂട്ടത്തിൽ ഈ പെണ്ണിനെയും കൂടി ചേർക്കൂലെന്ന് ആര് കണ്ട്? അപ്പോൾ ഒരു പരാതിയുമായിട്ട് മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിനെ സമീപിക്കുന്ന സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നത്? അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലൊക്കെ പറഞ്ഞ് വലിയ വീരവാദം അടിച്ചുകൊണ്ട് ജനങ്ങളുടെ വായടപ്പിക്കാന്ന് ആരും വിചാരിക്കേണ്ട. അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന UDF നേതാവിനെ ബന്ധപ്പെട്ട് വരുന്ന ചില വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ഒത്തിരി കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് ക്യാമ്പയിൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഗണേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ പറയുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകൾ ഈ പറയുന്ന എന്നെ ബലാത്സംഗം ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ള രീതിയിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയതും അതുപോലെ തന്നെ ഇത്തരത്തിൽ കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അറസ്റ്റ് ചെയ്തതെന്നും. അപ്പോൾ ഈ കേസിൽ എന്താ സംഭവിച്ചത്? ഗണേഷ് കുമാറിനെതിരെയും ഇത്തരത്തിൽ സെക്ഷൽ ഹറാസ്മെന്റ് കേസ് തന്നെയാണ് ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോൻ കൊടുത്തിരിക്കുന്നത്. ഈ ബിന്ദു മേനോൻ എന്താ സ്ത്രീയല്ലേ? അപ്പൊ കൃത്യമായിട്ട് ഗണേഷ് കുമാറിനെതിരെ വന്നിരിക്കുന്ന ഈ ഒരു ആരോപണം ഇത് സത്യമാണെന്നും ഇതിന് വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ടെന്നും ബിന്ദു മേനോൻ നമ്മുടെ ഗണേഷ് കുമാറിന്റെ സ്വന്തം ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോൻ കണ്ടു, തന്റെ പക്കൽ അവനുള്ള എവിഡൻസ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്ന സമയത്ത് ജനങ്ങൾക്ക് യാതൊരു സുരക്ഷയും ഉറപ്പുവരുത്താൻ പറ്റാത്ത ഈ ഒരു മന്ത്രിയെ എത്രയും പെട്ടെന്ന് രാജിവെപ്പിക്കണം എന്ന് തന്നെ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഈ പറയുന്ന റോഡിലൂടെ ഓടി നടക്കാനായിട്ട് AC ബസ്സുകളും KSRTC ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സുകൾ, അത്തരത്തില് ഈ പറയുന്ന ഗവൺമെന്റിന് ഈ പറയുന്ന പോലെ ഒത്തിരി ഇപ്പൊ പുതിയ രീതിയിലുള്ള ഗതാഗത
വകുപ്പിന്റെ ഭാഗമായിട്ട് ഒത്തിരി പുതിയ പുതിയ ബസ്സുകളും ഒത്തിരി പുതിയ പുതിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഗണേഷ് കുമാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്, ഇതൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം. പക്ഷേ ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ പക്കല് ഇപ്പോൾ ഈ ഒരു മന്ത്രിസ്ഥാനം സേഫ് അല്ല. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു വാക്കുകൾ. ഇതൊക്കെ ഭയങ്കര മോശമാണ്. ഈ പറഞ്ഞ 5000 പ്രണയമുണ്ട്, ഇതൊന്നും ജനങ്ങൾ അന്വേഷിക്കേണ്ട. ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ പല കാര്യങ്ങളും ജനങ്ങൾ അന്വേഷിച്ചെന്നിരിക്കും. അതിപ്പോൾ സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും. കാരണം സ്വകാര്യ ജീവിതത്തിൽ ഈ പറയുന്ന പോലെ 10,000 പെണ്ണുങ്ങളെ പ്രേമിക്കുന്ന ഒരു വ്യക്തി ഈ പറയുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ ഒരു സഹായത്തിന് വേണ്ടി ഒരു മന്ത്രിയെ സമീപിക്കുന്നവരോടും ഇത്തരത്തിൽ കാണിക്കില്ല എന്ന് ആര് കണ്ടു? അപ്പോൾ ജനങ്ങൾക്ക് ഈ പറയുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഈ ഒരു മന്ത്രിയുടെ പക്കൽ സേഫ് അല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മന്ത്രി ഗണേഷ് കുമാറിനെ ഗതാഗത മന്ത്രിയുടെ ആ ഒരു സ്ഥാനത്ത് നിന്ന് എത്രയും പെട്ടെന്ന് രാജിവെപ്പിച്ച് പുറത്തിറക്കണം എന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തെ ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. സ്വന്തം ഭാര്യ തന്നെ ഇത്രയും കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്ന ആ ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കൃത്യമായിട്ട് അവരുടെ പക്കൽ അതിനെ ബന്ധപ്പെടുന്ന എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടും താനും. അപ്പോൾ ഇത് ഭയങ്കര നമ്മൾ ഈ പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കേസല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ജനങ്ങൾ ഇടപെടണ്ട, എനിക്ക് 5000 പ്രണയമുണ്ട്, ഞാനെന്ന രാഷ്ട്രീയക്കാരനെ മാത്രം ജനങ്ങൾ നോക്കിയാൽ മതി, ഞാനെന്ന വ്യക്തിയെ നോക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഗണേഷ് കുമാർ എന്ന വ്യക്തിയെയും ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരനെയും എല്ലാത്തിനെയും നോക്കിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഇയാൾ ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു സഹായം ജനങ്ങൾക്ക് ഉണ്ടാവോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ പറഞ്ഞ ജനങ്ങൾ വോട്ട് ചെയ്ത് ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുത്തുന്നത്. അയാൾ തന്നെ ഇത്തരത്തിൽ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ ഈ ഒരു കേസിന് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ സാർ ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് അവസാനിക്കുന്ന സമയത്ത് മന്ത്രി ഗണേഷ് കുമാറിനോട് കൃത്യമായിട്ട് തൻ്റെ മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തു പോകാനായിട്ട് കൃത്യമായിട്ട് പറയണം എന്നുള്ള കാര്യം തന്നെയാണ് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്